വെൽക്കം ബാക്ക് ടു സ്റ്റേറ്റ്മെൻറ്റ് പി എസ് സി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം LDC മെയിൻസ് പരീക്ഷ ഉണ്ടായിരുന്നു. 18 മെയിലാണ് നടന്നത്. ആ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 49/2026. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ജോഗ്രഫിയിൽ നിന്നുണ്ട്, ഹിസ്റ്ററിയിൽ നിന്നുണ്ട്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. സെക്കൻഡ്: ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. 3. ഉപദ്വീപീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഏതായിരിക്കും ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 2ഉം 3ഉം. അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ്? ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. തേർഡായിട്ടുള്ള ഉപദ്വീപീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ഇവിടെ ഒരു 4 നദികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഏതെന്നാണ് ചോദിക്കുന്നത്. ചമ്പൽ കൊടുത്തിട്ടുണ്ട്. ചമ്പൽ, കൃഷ്ണ, ഗോദാവരി, കാവേരി. പോഷക നദികളായിട്ട് ബനാസ്, ഇന്ദ്രാവതി, കൊയ്ന, കബനി. അപ്പോൾ ഇതിൽ ഏതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ള പോഷക നദികൾ ശരിയായിട്ട് ചേർത്തിരിക്കുന്ന ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ 1, 2 ഉണ്ട്, 1, 3 ഉണ്ട്, 1, 4 ഉണ്ട്, 2, 3 ഉണ്ട്. ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? ഉത്തരം ബി ആണ് ആൻസർ. 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ളത്. ചമ്പൽ, ബനാസ്, തേർഡ് ഗോദാവരി, കൊയ്ന. അപ്പോൾ ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം കൂടി ചേർത്ത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മറ്റ് നദികളുടെ പോഷക നദികളെല്ലാം പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് ഇതിൽ കൂടുതൽ പറഞ്ഞു പോയാൽ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തായി പോകും. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ്: ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. സെക്കൻഡ്: ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. 3. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. ഇതിലേതായിരിക്കും ആൻസറായിട്ട് വരിക? 1, 2 ശരിയാണ്, 1 ശരിയാണ്, 2 മാത്രം ശരി, 1, 2, 3ഉം ശരിയാണ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ഉത്തരം ഡി ആണ് കേട്ടോ വരുന്നത്. 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് 11ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1-ന്. സെക്കൻഡ്: വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ ഉണ്ട്. തേർഡ്: 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ 1, 2, പിന്നെ 1, 3, 2, 3, 1, 2, 3 ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 3ഉം ഏതൊക്കെയാണ്? വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഇങ്ങനെ 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എയും ബിയും സിയും സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, രണ്ടാമതായിട്ട് ജലസേചനം, മൂന്നാമതായിട്ട് രാസവള പ്രയോഗം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതായിട്ട് വരും ആൻസർ? എ, ബി, എ, സി, ബി, സി,
അല്ല, ഇത് 3 എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? ഇത് 3 ശരിയാണല്ലേ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം, ഇത് 3 ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങളാണ്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ. ഓപ്ഷൻസിൽ സാക്കിർ ഹുസൈൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, വി ഗിരി. ഇങ്ങനെ ഒരു 4 പേരെ കൊടുത്തിട്ടുണ്ട്. ഇവരിൽ കാലക്രമത്തിൽ വന്നതനുസരിച്ച്, ഇന്ത്യയിലെ രാഷ്ട്രപതികളായിട്ട് വന്നതനുസരിച്ച് ഇതിൽ കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കണ്ടറിയാം, തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഏതായിരിക്കും ആൻസർ? ഇതിൽ ബി ആണ് കേട്ടോ ആൻസർ. ബി. ആദ്യം CBAD, അതാണ് ആൻസർ. ഓപ്ഷൻ ബി. ആദ്യം വരുന്നത് രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ രാഷ്ട്രപതിമാരിൽ ഫസ്റ്റ് വരുന്നത് രാജേന്ദ്ര പ്രസാദ്, പിന്നെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, പിന്നീട് സക്കീർ ഹുസൈൻ, ലാസ്റ്റായിട്ട് ഓപ്ഷൻ ഡി വി ഗിരി. ഇങ്ങനെ ഇത്ര 4 പേരും ഈ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ വരുന്നത്. ഇതിൽ ചേരുംപടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ രാജ്യസഭ, ലോകസഭ. റൈറ്റ് സൈഡിലായിട്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ, ലോകസഭ, ഹൗസ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കാൻ ചോദിക്കുന്നത് കൊണ്ട് അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. അതെവിടെയാണുള്ളത്? രാജ്യസഭയിലാണല്ലേ? രാജ്യസഭ. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ഏതാണ്? അത് ലോകസഭയാണ്. അപ്പോൾ ഓപ്ഷൻ 2 സിയിലോട്ട് വരും, 1 ബിയിലോട്ട് വരും. രാജ്യസഭ എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ലോകസഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏത്? അഥവാ അല്ലെങ്കിൽ ഏതൊക്കെ? ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. രണ്ടാമത്തത്, ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. മൂന്നാമത്തത്, പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. 4, ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക. അപ്പോൾ ഈ 3 ഓപ്ഷനിലാണ് 4 ഓപ്ഷനുകളിൽ ഏതൊക്കെയാണ് ഈ നീതിന്യായ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത്? പെട്ടതല്ല, പെടാത്തത്. അതിൽ ഉൾപ്പെടുന്നവയല്ല, ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നതാണ് ക്വസ്റ്റ്യൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉൾപ്പെടാത്ത ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 2, 3, 3, 4, 3 മാത്രം, 2 മാത്രം. ഏത് ഉത്തരമായിട്ട് വരും? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ഇവിടെ ഉൾപ്പെടാത്തത്. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ഇല്ല. അങ്ങനെ പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമാണ് അത് ഇല്ലാത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളിൽ പെടുന്നത് ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം, ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പു നൽകുക. ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. വീണ്ടും 25ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇതിൽ ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ചേരുംപടി ചേർക്കാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന 91ാം ഭരണഘടനാ ഭേദഗതി, 74ാം ഭരണഘടനാ ഭേദഗതി, 86ാം ഭരണഘടനാ ഭേദഗതി, പിന്നെ 42. പുറത്ത് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ലോക്സഭ കാലാവധി 6 വർഷമാക്കി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 86ാം ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി എന്നുള്ളതാണ്. അതാ ഒരു ആൻസർ, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആയിരിക്കും. അപ്പോൾ സി വന്നിട്ട് C2 ആണ് കാണിക്കുന്നത്. C2 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ നമ്മൾ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ബി ആണ്.
ഉത്തരം ബി ആയിരിക്കും കേട്ടോ ആൻസർ. ബി ആണെന്നുണ്ടെങ്കിൽ 91 ഭരണഘടനാ ഭേദഗതി ഏതാണ്? 3. മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എ 3 വരും. ബി ആണെങ്കിലോ 74 ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. സി നമ്മൾ ആദ്യം പറഞ്ഞത്, അതാണ് നമുക്ക് അറിയാവുന്ന ഒരേ ഒരു ഓപ്ഷൻ. പിന്നെ ഡി ആണെങ്കിലോ 42 ഭരണഘടനാ ഭേദഗതി, അതേതാണ്? ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ചേരുംപടി ചേർക്കാനായിട്ട് ഇതിൽ വന്നേക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ നിന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഭാഗത്തു നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുകയാണ്. ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവയാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് 1, 2 എന്നിവ മാത്രം ശരി, 3 മാത്രം ശരി, 1, 3 എന്നിവ മാത്രം ശരി, 2 മാത്രം ശരി. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണേ. ഓപ്ഷൻ സി പറയുന്നത് 1, 3 എന്നിവ മാത്രം ശരിയാണ്. അതായത് ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും 3 ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ള 2 പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ഇവിടെ ഓപ്ഷൻസ് കണ്ടല്ലോ. ഫസ്റ്റ് പറയുന്നത് 1 മാത്രം ശരിയാണ്, 2, 3 എന്നിവ മാത്രം ശരിയാണ്, പിന്നെ 3 മാത്രം ശരിയാണ്, ലാസ്റ്റ് പറയുന്നത് 1, 2 എന്നിവ മാത്രം ശരിയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിൽ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നുള്ളതും കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയായിട്ടുള്ളവയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യനാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്,
കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ. 1, 2 എന്നിവ മാത്രം ശരിയാണ്. ബി പറയുന്നത് 3 മാത്രം ശരിയാണ്. സി 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഡി പറയുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ അപ്പോൾ ആൻസർ ഏത് വരും? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? സംസ്ഥാന ഗവർണർ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് ആര്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഒരു ജോലി. അതാണ്. കേരളത്തിൽ ഇതുവരെ എത്ര? 7 ധനകാര്യ കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ വീഡിയോ വേറെ ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഒരുപാടങ്ങ് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഈ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യനാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇത്രയും നേരം നമ്മൾ കണ്ടത് ശരിയായവയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതാ തെറ്റായതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. മൂന്നാമത്തത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് എ 1 മാത്രം തെറ്റാണ്, ബി 1, 3 എന്നിവ മാത്രം തെറ്റാണ്, സി 1, 2 എന്നിവ മാത്രം തെറ്റാണ്, ഓപ്ഷൻ ഡി 2, 3 എന്നിവ മാത്രം തെറ്റാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഈ കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സി ആണ് കേട്ടോ ആൻസർ. ആൻസർ സി 1, 2 എന്നിവ മാത്രം തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ 2 ഓപ്ഷൻസും തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വീണ്ടും തെറ്റാണ് ചോദിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ടോപ്പിക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെക്കൻഡ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുൻപായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എ 2, 3 എന്നിവ മാത്രം തെറ്റാണ്, ബി 1, 3 എന്നിവ മാത്രം തെറ്റാണ്, സി 1, 2 എന്നിവ മാത്രം തെറ്റാണ്, ഡി 1 മാത്രം തെറ്റാണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് തെറ്റുള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ട. ഏതൊക്കെയായിരിക്കും തെറ്റ്? ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ മാത്രം തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനായാലും നമ്മൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അധികം പഠിച്ചു പോകുന്നു. ശരിയായിട്ടുള്ളത് തെറ്റായെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൂടുതൽ ശരിയായിട്ടുള്ളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന അതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ. ബാക്കി രണ്ടും തെറ്റായിട്ടുള്ള ഓപ്ഷൻസാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് 32ാമത്തെ ക്വസ്റ്റ്യനാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്?
ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വയോജനക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യ നീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് വന്നേക്കുന്നത് എ 1, 3 എന്നിവ മാത്രം ശരിയാണ്, ബി 2, 4 എന്നിവ മാത്രം ശരിയാണ്, സി 2 മാത്രം ശരിയാണ്, ഡി 1 മാത്രം ശരിയാണ്. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 3 എന്നിവ മാത്രം ശരിയാണ്. അതായത് വയോജനക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതും, മൂന്നാമത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത് എന്ന് ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ പഠിച്ചു വെച്ചേക്കണം. 33ാമത്തെ ക്വസ്റ്റ്യനാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായവയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി ആണ് നവജീവൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് എ 3 മാത്രം ശരിയാണ്, ബി 1 മാത്രം ശരിയാണ്, സി 2, 3 എന്നിവ മാത്രം ശരിയാണ്, ഡി 2 മാത്രം ശരിയാണ്. ഇതിലേതായിരിക്കും ആൻസറായിട്ട് വരുന്നത്? ഏതൊക്കെയാണ് ആൻസേഴ്സ്? ഇവിടെ ആൻസർ ബി ആണ് കേട്ടോ വരുന്നത്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഈ 1ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. രണ്ടാമത്തെ പ്രസ്താവന ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. 3 പ്രകാശം അനുദൈർഘ്യ തരംഗവും ശബ്ദം അനുപ്രസ്ഥ തരംഗവുമാണ്. 4ാമത്തെ ഓപ്ഷൻ പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ഓപ്ഷൻസ് തന്നേക്കുന്നത് എ 1, 3, ബി 2, 4, സി 3, 4, ഡി 1, 2. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി ഏതാണ്? 2ഉം 4ഉം. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് 2, 4 എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കണം. രണ്ടും കൂടെ തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. പിന്നെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 4 പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. 1ഉം 3ഉം തെറ്റായിട്ടുള്ള ഓപ്ഷൻസാണ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. ഇത് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ഇതിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നീളം 2.07 കിലോമീറ്റർ ആണ്.
ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 1, 2 മാത്രം ശരി, ബി എല്ലാ പ്രസ്താവനകളും ശരി, സി 2, 3 മാത്രം ശരി, ഡി 1 മാത്രം ശരി. ഇതിലേത് ഓപ്ഷനാണ് ഇത് ശരിയായിട്ടുള്ള? പാമ്പം പാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ശരിയായിട്ടുള്ളത് എന്നാണ്, ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ബി ആണല്ലേ. ഇതിൽ പറഞ്ഞേക്കുന്ന പാമ്പം പാലത്തെ പറ്റി പറഞ്ഞേക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയായിട്ടുള്ളതാണ്. പുതിയ പാമ്പൻ പാലം ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാണ്? 2025 ഏപ്രിൽ 6-നാണ് പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. ഡേറ്റ് മറക്കരുത്, 2025 ഏപ്രിൽ 6. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇതിൻ്റെ നീളമാണ്. നീളം 2.7 കിലോമീറ്ററാണ്. ഇനിയും പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, 49/2026 18 മെയ് 2026 നടന്ന ക്വസ്റ്റ്യൻ്റെ LDC മെയിൻസിൻ്റെ അതിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ.